തിരുവനന്തപുരം പ്രസ് ക്ലബിലെ രാധാകൃഷ്ണ ബാധ. കൂട്ടിക്കൊടുപ്പിന്റെ കൂത്തരങ്ങായി മാറിയ തിരുവനന്തപുരം പ്രസ് ക്ലബ് എന്ന തലക്കെട്ടോടെ ഇന്നലെ ITV ന്യൂസിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിലവിലെ സെക്രട്ടറി M രാധാകൃഷ്ണൻ നടത്തുന്ന ഏകാധിപത്യ ഭരണത്തെക്കുറിച്ചും തീവട്ടിക്കൊള്ളയെക്കുറിച്ചും ഞങ്ങൾ ഒരു വാർത്ത നൽകുകയുണ്ടായി. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് 4-5 കോളുകൾ ചറപറ വരുന്നു. കിടന്നതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു. അതിപ്രകാരമായിരുന്നു: ഞാൻ ട്രിവാൻഡ്രം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി M രാധാകൃഷ്ണൻ. സുനിലെ, എവിടെയുണ്ട്? നാളെ ഒന്ന് നേരിട്ട് കാണണം. നീ എവിടെ കാണും? അവിടെ വരാം. ഞാൻ കേരളകൗമുദിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്യുന്ന സമയം ഈ രാധാകൃഷ്ണൻ അവിടെ പത്രം വാരിക്കെട്ടുവാനുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് കണ്ട ഒരു ഓർമ്മ പോലുമില്ല. അല്ലെങ്കിലും ഇവരുമായി ഒന്നും ഇടപെടേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. ആ രാധാകൃഷ്ണൻ എനിക്ക് ഇപ്രകാരം ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഇപ്രകാരം ഒരു സന്ദേശം രാധാകൃഷ്ണന് തിരിച്ചയച്ചു. ശ്രീ രാധാകൃഷ്ണ, നീ എവിടെ കാണും എന്ന ചോദ്യത്തിനകത്തൊരു വശപ്പിച്ചതുണ്ടല്ലോ. എന്നെ നീ എന്ന് അഭിസംബോധന ചെയ്യാനും മാത്രം രാധാകൃഷ്ണ ആളാണോ? ആലോചിക്കുക. രാധാകൃഷ്ണൻ വരുന്നതറിഞ്ഞ് ഞാൻ പെടുത്തിരിക്കുക കേട്ടോ. പെടുത്തിരിക്കുക, പേടിപ്പിക്കല്ലേ. രാത്രിയിൽ 2 എണ്ണം വിട്ടുകഴിഞ്ഞാൽ ഇതാണ് രാധാകൃഷ്ണന്റെ കുഴപ്പമെന്നാണ് പ്രസ് ക്ലബിലെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്. രാധാകൃഷ്ണനോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ആതിഥ്യ മര്യാദയുള്ളവനാണ്. ഒരു 10-25 പേര് പറയാതെ വന്നാലും അവർക്ക് ചായയും കടിയും കൊടുത്തുവിടുവാനുള്ള മര്യാദ ഞാൻ എല്ലായ്പ്പോഴും കാണിച്ചിട്ടുണ്ട്, കാണിക്കാറുണ്ട്. അതുകൊണ്ട് രാധാകൃഷ്ണന് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരാം. രാധാകൃഷ്ണനോട് എനിക്ക് പേഴ്സണലായി യാതൊരു വിരോധവുമില്ല. തിരിച്ചും അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നു. രാധാകൃഷ്ണൻ പ്രസ് ക്ലബിൻ്റെ ലേബലിൽ നടത്തുന്ന കന്നന്തിരിവുകളാണ് ഞങ്ങളുടെ വാർത്തയുടെ ആധാരം. സത്യസന്ധരായ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് പ്രസ് ക്ലബിലേക്ക് വരുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുകയും മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന താങ്കളുടെ പ്രവർത്തികളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. താങ്കളുടെ അഭിപ്രായവും ഞങ്ങൾ നൽകുന്നതാണ്. സഹകരിക്കുക. പഴയ ആ പാർട്ടി പ്രവർത്തകന്റെ കൂറ സ്വഭാവം കാണിക്കാതിരിക്കുക. ആ സ്കൂളെല്ലാം കഴിഞ്ഞാണ് ഞങ്ങളും ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വിഷയത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ഒഴിയാബാധയായി മാറിയ രാധാകൃഷ്ണനെ കുറിച്ച് ഒരു പരമ്പര ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ രാധാകൃഷ്ണ ബാധ എന്നാണ് ഈ പരമ്പരയ്ക്ക് പേരിട്ടിരിക്കുന്നത്. പേര് ദുരുപയോഗം ചെയ്തതിന് മറത എന്നെ പിടിക്കുമോ എന്നറിയില്ല. അരയിൽ ഒരു ചരട് കിട്ടിയ പച്ചയിൽ ഞങ്ങൾ തുടങ്ങുകയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ രാധാകൃഷ്ണ ബാധ ഭാഗം 1. സത്യസന്ധമല്ലാത്ത, തെളിവുകളില്ലാത്ത ഒരു കാര്യം പോലും ഞങ്ങൾ ഇവിടെ പറയില്ല. ഇനിയും ഒരു ക്രിമിനൽ കേസ് കൂടി ഉണ്ടായാൽ ഇവനെ ഞങ്ങൾ കാപ്പ ചുമത്തി അകത്തിടും എന്നാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. കാരണം കേസുകൾ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു. കേരളകൗമുദി പത്രം M രാധാകൃഷ്ണനെ സ്ഥാപനത്തിലെ ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ വീട്ടിൽ പാതിരാത്രി കയറി അവരെയും കുട്ടിയെയും ആക്രമിച്ചു, ആ സ്ഥാപനത്തിലെ തന്നെ ഒരു ജീവനക്കാരനെ ചേർത്ത് അപവാദം പ്രചരിപ്പിച്ചു എന്ന കേസിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും കേരളകൗമുദി മാനേജ്മെന്റ് ഒരു എൻക്വയറി കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തി രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് റിപ്പോർട്ട് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലുമാണ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായ ദർശൻ രവി 2021 ഏപ്രിൽ മാസം 30-ാം തീയതി ഇദ്ദേഹത്തെ പ്രൂഫ് റീഡർ എന്ന തസ്തികയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തത്. അതിൻ്റെ ഓർഡറാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഒരൊറ്റ മാധ്യമ സ്ഥാപനത്തിലും ജോലി ചെയ്യാത്ത ഇദ്ദേഹം എങ്ങനെ പ്രസ് ക്ലബ് പ്രസിഡന്റായി, സെക്രട്ടറിയായി തുടരുന്നു? ഉപജീവനം കഴിയുന്നു. ജീവിക്കുവാൻ വേറെ മാർഗമില്ലെന്നും ജോലിയില്ലാത്തത് കൊണ്ട് പട്ടിണിയിലാണെന്നും പറഞ്ഞു കൊടുത്ത പരാതിയിന്മേൽ ഹിയറിംഗ് ഇന്നലെയും നടന്നിരുന്നു. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പടിക്കൽ കൂടി നടന്ന പരിചയം മാത്രമുള്ള ഒരു പ്രൂഫ് റീഡിംഗ് സ്റ്റാഫ് എങ്ങനെ മാധ്യമപ്രവർത്തകനാകും? അതും പോട്ടെ, കേരളകൗമുദിയിൽ നിന്നും പാതിരാത്രി വനിതാ ജീവനക്കാരിയുടെ ഭവനവേദന നടത്തിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആ സ്ഥാപനത്തിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിന് ലെറ്റർ ഹെഡിൽ കത്ത് നൽകിയ ഒരാൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ് ക്ലബ് മെമ്പറായി തുടരുവാൻ പറ്റും? പ്രസിഡന്റും സെക്രട്ടറിയുമായി പ്രവർത്തിക്കുവാൻ സാധിക്കും? ഒരു മാധ്യമ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്കോ പോകാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? കുടുംബം പോറ്റാൻ പറ്റും? കക്കണം, മുക്കണം, വക്കണം, കമ്മീഷൻ അടിക്കണം, കള്ളക്കണക്കുണ്ടാക്കണം, കാശ് കട്ടെടുക്കണം, മാധ്യമ വ്യഭിചാരം നടത്തണം, ഡീൽ ഫിക്സിങ്ങും സെറ്റിൽമെന്റും മാമാപ്പണിയും നടത്തണം. അതാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സംഭവിച്ചത്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇതുപോലെയുള്ള കൊള്ളകൾ നടക്കുവാനുള്ള അടിസ്ഥാന കാരണം ഇതാണ്.
രാധാകൃഷ്ണനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജോലിയും കൂലിയുമില്ലാതെ അദ്ദേഹം എങ്ങനെ ജീവിക്കും? അതിനാണ് പ്രസ് ക്ലബിന്റെ ബൈലോയിൽ ബോധമുണ്ടായിരുന്നവർ ഇപ്രകാരം എഴുതി വെച്ചത്. പ്രസ് ക്ലബ് മെമ്പറാകുവാൻ, ഭാരവാഹിയാകുവാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമപ്രവർത്തകനായി മിനിമം ഒരു ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ അവൻ കക്കും മോട്ടിക്കും എന്ന്. ജോലിയും കൂലിയുമില്ലാത്ത രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് ഭാരവാഹിയായപ്പോൾ അവിടെ അട്ടിപ്പേറ് കിടക്കുകയും ഒഴിയാബാധയായി മാറുകയും ചെയ്തു എന്ന് പറയുവാൻ കാരണം മുൻ പ്രസ് ക്ലബ് സെക്രട്ടറി പ്രസ് ക്ലബ് പ്രസിഡന്റിന് കൊടുത്ത ആ കത്ത് വായിച്ചാൽ മാത്രം മതി. ലോകചരിത്രത്തിൽ ഇതൊരു ആദ്യ സംഭവമായിരിക്കും. മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമുള്ളപ്പോൾ പ്രതിദിനം 900 രൂപ നിരക്കിൽ വാടകയ്ക്ക് നൽകുവാൻ ഒരു AC സ്വീറ്റ് റൂം പ്രസ് ക്ലബിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരുന്നു. രാധാകൃഷ്ണൻ ചുമതലയേറ്റ അന്നു മുതൽ ഈ സ്വീറ്റ് റൂം കയ്യേറി അട്ടിപ്പേറ് കിടക്കുകയാണ്. വീട്ടിൽ പോലും പോകില്ല. സകല പരിപാടികളും ഇതിനുള്ളിലാണ്. വാടകയുമില്ല. ഇതുവരെ ഏതാണ്ട് ഡിസ്കൗണ്ട് എല്ലാം പോയി 6,57,000 രൂപ പ്രസ് ക്ലബിന് നൽകുവാനുണ്ട്. ഇതാവശ്യപ്പെട്ട് മുൻ സെക്രട്ടറി KN സാനു പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ നൽകിയ ആ കത്ത് കാണുക. പ്രസ് ക്ലബ് നോട്ടീസ് 21/5/2024 ടു ശ്രീ M രാധാകൃഷ്ണൻ, മെമ്പർ പ്രസ് ക്ലബ് ട്രിവാൻഡ്രം, നൗ പ്രസിഡന്റ്. ഇല്ലാത്ത അവകാശത്തിൽ വർഷങ്ങളായി അനധികൃതമായി തങ്ങൾ കൈവശം സൂക്ഷിച്ചുപയോഗിക്കുന്ന പ്രസ് ക്ലബ് 3-ാം നിലയിലെ സ്യൂട്ട് റൂം അടിയന്തരമായി ഒഴിഞ്ഞ് താക്കോൽ ഓഫീസ് സെക്രട്ടറി കം ക്യാഷർ വിനീതിനെ 24 മണിക്കൂറിനകം ഏൽപ്പിക്കണമെന്ന് 14/5/2024 വാട്സാപ്പിലൂടെയും പ്രസ് ക്ലബ് ഔദ്യോഗിക ഇമെയിൽ വഴിയും അറിയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ താങ്കൾ മുറി ഒഴിയുകയോ താക്കോൽ മടക്കി ഏൽപ്പിക്കുകയോ മതിയായ മറുപടി തരികയോ ചെയ്തിട്ടില്ല. ഓഫീസ് രേഖകൾ അനുസരിച്ച് താങ്കൾ ഈ ഭരണസമിതി അധികാരത്തിലേറിയ 2023 ജനുവരി 25 മുതൽ നോട്ടീസ് പ്രകാരം മുറി ഒഴിയുവാനുള്ള തീയതിയായ 15/5/2024 വരെ 4,28,400 രൂപ വാടക കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കുവാനുണ്ട്. ആയതിനാൽ വാടക ഇനത്തിൽ വരുത്തിയ കുടിശ്ശിക മെയ് 23 വൈകുന്നേരം 5-ന് മുമ്പ് അടച്ചു തീർത്ത് താക്കോൽ ഓഫീസ് സെക്രട്ടറിയെ ഏൽപ്പിക്കേണ്ടതാണ്. KN സാനു, സെക്രട്ടറി, പ്രസ് ക്ലബ്. ഇതൊക്കെ ചെറുത്. ഇതിലും വലിയ ഐറ്റങ്ങൾ വരുവാൻ കിടക്കുന്നതേ ഉള്ളൂ. ലക്ഷങ്ങളുടെ പണാപകരണം, കുടുംബമേളയ്ക്ക് ശാപ്പാട് വിളമ്പയവന് പണം നൽകാതെ പറ്റിച്ചത്, ബൈലോയ്ക്ക് വിരുദ്ധമായി മാഫിയകളുടെ പണം പിരിച്ച് പ്രസ് ക്ലബിന്റെ കുടുംബമേളയും ഇവന്റും നടത്തിയത്, ബീറടിച്ച വകയിൽ ലക്ഷങ്ങളുടെ കുടിശ്ശിക വരുത്തിയത്, രാഷ്ട്രീയക്കാരന്മാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി വിവാദമുണ്ടാക്കിയത്, വ്യാപാരികളെ വിരട്ടി പണം പിടുങ്ങിയത്, അങ്ങനെ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ രാധാകൃഷ്ണ ലീലാവിലാസങ്ങൾ തുടരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.